Morning, sir. Very Good morning. പോളിടെക്നിക് പഠനത്തെക്കുറിച്ചും അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചും അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകളെ കുറിച്ചൊക്കെ തന്നെയാണ് സിജി നടത്തുന്ന ഈ പ്രോഗ്രാമിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഇന്ന് ഇന്ത്യയിൽ തന്നെ 3 തട്ടിലാണ് നടക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എഞ്ചിനീയേഴ്സിനെ വാർത്തെടുക്കുന്നു. ഈ വാർത്തെടുക്കുന്ന എഞ്ചിനീയർ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വർക്കേഴ്സ് വേണം. ഈ വർക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ITIs, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആൻഡ് പ്രൈവറ്റ് ITIs. ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് പോളിടെക്നിക്കുകളുടെ സ്ഥാനം. ഇപ്പൊ സ്വാഭാവികമായും എഞ്ചിനീയർ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വർക്കറെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് പോളിടെക്നിക്കിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഉള്ള അടിസ്ഥാനപരമായ ഒരു പ്രോസസ് ഇൻ ബിറ്റ്വീൻ എഞ്ചിനീയർ ആൻഡ് ദ വർക്കർ. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറുടെ ലാംഗ്വേജ് അറിയണം, വർക്കറുടെ ലാംഗ്വേജ് അറിയണം. ലാംഗ്വേജ് മീൻസ് ഏതെങ്കിലും ലാംഗ്വേജ് ഭാഷ ലാംഗ്വേജുകളെ കുറിച്ച് ലാംഗ്വേജുകളല്ല ഉദ്ദേശിക്കുന്നത്. അതിലൊരു ലാംഗ്വേജ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ്. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ഈസ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ഫോർമലി ഇറ്റ് ഈസ് നോൺ ആസ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഡ്രോയിങ്ങുകൾ വഴിയാണ് ഐഡിയകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു എഞ്ചിനീയറുടെ ഡിസൈനിൽ വരുന്ന ഡിസൈൻ പ്രോസസ്സിന്റെ ഒരു എൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോയിങ് ആയിരിക്കും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ബിൽഡിങ്ങുകളുടെ ഡ്രോയിങ് ആണ്. അതിന് പ്ലാന് അല്ലെങ്കിൽ പ്ലാൻ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു പ്ലാൻ തയ്യാറാക്കുന്നു, ഒരു ഡ്രോയിങ് തയ്യാറാക്കുന്നു, ഒരു ബിൽഡിംഗ് ഡ്രോയിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. എന്നാൽ അത് ബിൽഡിങ്ങിൽ മാത്രമല്ല, ഏതൊരു പ്രോഡക്റ്റിനും ഒരു ഡ്രാഫ്റ്റ് ഡ്രോയിങ് ഉണ്ടായിരിക്കും. അത് ഡിസൈൻ ചെയ്ത് എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് വരുന്നത്. ആ ഡ്രോയിങ് ഉപയോഗിച്ചാണ് ഒരു ഡിപ്ലോമക്കാരൻ്റെ വർക്ക് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാനൊരു ബേസിക് ബ്രാഞ്ചുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ ബേസിക് ബ്രാഞ്ചുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നിരിക്കുന്നത്. വർഷങ്ങളായി നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ ഒത്തിരി ഉണ്ട്. ഇന്നിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ സൈബർ ടെക്നോളജിയൊക്കെ തന്നെ ബേസ് ചെയ്തുകൊണ്ടുള്ള ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞു. പോളിടെക്നിക്കുകളൊക്കെ തന്നെ വന്നു കഴിഞ്ഞു. അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്ത ഒരു സാധനം മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന, അതല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ സെർവ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രോസസ്സാണ് ഒരു ഡിപ്ലോമ എഞ്ചിനീയർക്ക് ചെയ്യേണ്ടത് നോർമലി. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജൂനിയർ എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, ടെക്നീഷ്യൻ, ഫോർമാൻ, ഡ്രാഫ്റ്റ്മാൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ജോലികളിൽ അവർക്ക് തൊഴിൽ സാധ്യതകൾ, അവരുടെ പൊസിഷനുകൾ, അവരുടെ ഡെസിഗ്നേഷനുകൾ വരാറുണ്ട്. അപ്പം ഈ രീതിയിൽ ഒരു പൊസിഷനാണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡറിന് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ലാംഗ്വേജിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ കാര്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഡിപ്ലോമ സ്റ്റുഡൻറ് പഠിക്കുന്നുണ്ട്. ഡ്രോയിങ് വളരെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ മാനേജ്മെന്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഡിപ്ലോമ കോഴ്സിലുള്ള ഒരുപാട് സബ്ജക്റ്റുകളും പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എഞ്ചിനീയർമാർ തന്നെ വെറുതെ ഇരിക്കുന്നു, എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് തൊഴിലില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് വേൾഡ് വൈഡിൽ, ഇന്നല്ല എന്നും വേൾഡ് വൈഡിൽ എഞ്ചിനീയർ ആണ് ഏറ്റവും മികച്ച ജോലിക്കാരൻ. ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന എഞ്ചിനീയേഴ്സിനാണ്. ഞാൻ ഡോക്ടേഴ്സിനെ, മെഡിക്കൽ ഫീൽഡിനെ ഒട്ടും കുറച്ച് കാണുകയല്ല. അവർ ചെയ്യുന്ന വളരെ മഹത്തായ ജോലിയാണ്, അത് അവരങ്ങനെ ചെയ്യുകയും ചെയ്യട്ടെ. പക്ഷെ ഒരു ഡോക്ടറുടെ ഒരു ഹോസ്പിറ്റൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് എക്യുപ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. ആ എക്യുപ്മെന്റ്സും മെഷീനറീസും ഇല്ലാതെ ഒരിക്കലും നമുക്ക് ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ അനാലിസിസിനും ടെസ്റ്റിനും ഒക്കെ തന്നെ ഒരുപാട് എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീനറീസ് ആവശ്യമാണ്. ഇപ്പോൾ ഡോക്ടർ ഉപയോഗിക്കുന്ന ഒരു സ്റ്റെതസ്കോപ്പ് പോലും ഉണ്ടാക്കുന്നത് ഒരുപാട് എഞ്ചിനീയേഴ്സ് ചേർന്നിട്ടാണ്. ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറും ഇലക്ട്രിക്കൽ എഞ്ചിനീയറും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറും
ഒക്കെ ചേരുമ്പോഴാണ് ഒരു സ്റ്റെതസ്കോപ്പ് ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് എഞ്ചിനീയർ കൈവെക്കാത്ത, എഞ്ചിനീയർ മേക്സ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പൊ എഞ്ചിനീയർ കൈവെക്കാത്ത ഒരു മേഖലയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടില് സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിങ്ങിനോട് അല്പം ഒരു ഒരു എന്താ പറയാ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിരക്തിയോ അല്ലെങ്കിൽ എന്താ പറയുക തൊഴിൽ കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ഉണ്ടെങ്കിൽ കൂടി എപ്പോഴും അതിന്റെ സ്കോപ്പ് നിലനിൽക്കുന്നുണ്ട്, ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല. അപ്പം അതിൽ ഏറ്റവും എഞ്ചിനീയറിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 ലെവലാണ് ഈ മിഡിൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഡിപ്ലോമ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കറിയാം കേരളത്തിൽ 100-ലധികം പോളിടെക്നിക് ഇപ്പൊ ഉണ്ട്. 46 പോളിടെക്നിക് ഗവൺമെന്റ് മേഖലയിലുണ്ട്, 6ഓളം പോളിടെക്നിക്കുകൾ എയ്ഡഡ് മേഖലകളിലുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉള്ള കോഴ്സുകൾ ഉള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ സമയത്ത് ഇതിന്റെ പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊക്കെ കുട്ടികളൊക്കെ കുറച്ച് പേരുണ്ട് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഓൺലൈനാണ് സ്വാഭാവികമായിട്ടും അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കോഴ്സുകളുടെ അഡ്മിഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഘടനയെക്കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ, ഈ കോഴ്സുകൾ 3 വർഷ കോഴ്സുകളാണ് നമുക്ക് നടക്കുന്നത്. 3 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് സെമസ്റ്റർ സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 6 സെമസ്റ്റർ ആയിട്ടാണ് കോഴ്സ് നടക്കുന്നത്. ഇപ്പം അഡ്മിഷൻ നടന്നു. ഇപ്പൊ ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കും. ഇപ്പൊ ക്ലാസ്സുകൾ ആരംഭിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു സെമസ്റ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകുന്നത് 6 മാസം എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. കാരണം പോളിടെക്നിക്കിന് 2 മാസം വെക്കേഷൻ ഉള്ള സ്ഥാപനങ്ങളാണെന്നാണ് വെപ്പ്. അതായത് പിന്നെ വെക്കേഷൻ ഉൾപ്പെടുന്ന ഏപ്രിൽ മെയിൽ വെക്കേഷൻ എന്നുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വെക്കേഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ നമുക്ക് 10 മാസം കിട്ടുള്ളൂ. 10/2 എന്ന് എടുക്കുമ്പോൾ 5 മാസമാണ്. ഈ 5 മാസത്തിൽ 1 മാസം ഏകദേശം പരീക്ഷയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു 4 മാസമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു സെമസ്റ്റർ പഠിക്കാൻ കിട്ടുന്നത്. അപ്പൊ അത് കുട്ടികളും അഡ്മിഷൻ എടുക്കുന്ന പാരന്റ്സും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഈ 4 മാസം കൊണ്ട് നമുക്ക് ഈ സബ്ജക്റ്റുകളൊക്കെ പഠിക്കണം. ഇപ്പോൾ ഒരു സെമസ്റ്ററിൽ സ്വാഭാവികമായിട്ടും വരുന്നത് 8, 9, 10ഓളം സബ്ജക്റ്റുകളാണ് വരുന്നത്. അതിൽ 50% ഏകദേശം 60% പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളാണ്. അപ്പോൾ പ്രാക്ടിക്കലിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു കരിക്കുലമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. കരിക്കുലത്തെ കുറിച്ച് പറയുമ്പം 2026 പുതിയ കരിക്കുലം വരാൻ പോകുന്നു. 21 കരിക്കുലം റിവിഷൻ വരുത്തിയിട്ടുള്ള 26 പുതിയ രീതിയിലുള്ള കരിക്കുലമാണ് ഇപ്പൊ ഈ വർഷം മുതൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ 6 സെമസ്റ്ററിലായിട്ട് നീങ്ങുന്ന ഈ കോഴ്സിൽ ഈ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷാഭവനുണ്ട്. ജോയിന്റ് കൺട്രോൾ ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ, JCTE അല്ലെ CTE എന്നൊക്കെ പറയാം, കൺട്രോൾ ഓഫ് ടെക്നിക്കൽ എക്സാമിനേഷൻ. അതിന് വേറെ തന്നെ ഒരു ഓഫീസും കാര്യങ്ങളാണ്. യൂണിവേഴ്സിറ്റിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് പരീക്ഷ നടത്തുന്ന പരീക്ഷാ ഭവനാണ്. നമ്മുടെ SLC പരീക്ഷ ഒക്കെ നടത്തുന്ന പോലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് പരീക്ഷ പോളിടെക്നിക്കുകളുടെയും അതുപോലെ ചില കോഴ്സുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാങ്കേതികമായിട്ടുള്ള കേരളത്തിലെ ചില കോഴ്സുകളുടെ KGC അതുപോലെ തന്നെ ഫാഷൻ ഡിസൈൻ ഒക്കെ പോലുള്ള ഒരുപാട് പരീക്ഷകളും ഒക്കെ കൃത്യമായി നടത്തി പിന്നെ അതിനെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഏജൻസിയാണത്. ഏജൻസി അല്ല, ഗവൺമെന്റ് സ്ഥാപനം തന്നെയാണത്. അപ്പൊ ഈ പരീക്ഷാ കൺട്രോളർ ഓഫീസ് വളരെ കൃത്യമായിട്ട് കേരളത്തിൽ നിങ്ങൾക്ക് ആരും പരിശോധിച്ചാലും അറിയാം, കൃത്യമായി പരീക്ഷ നടത്തി കൃത്യമായി റിസൾട്ട് തരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പൊ അത് പോളിടെക്നിക് അധ്യാപകരും ഒക്കെ തന്നെ അതിന് വളരെ നന്നായി സഹായിക്കുന്നതുകൊണ്ടാണ് ആ രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്തു പോകാം. വർഷങ്ങളായിട്ട് ഞാനിപ്പോൾ ഏകദേശം 30 വർഷത്തോളമായിട്ട് ഈ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്ത ആളാണ്. ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അപ്പൊ എനിക്ക് വളരെ കൃത്യമായിട്ട് അതിലൊക്കെ ഇടപെട്ട ആള് എന്നുള്ള രീതിയിൽ എനിക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കുട്ടികൾക്ക് ഉപരിപഠനത്തിനും മുകളിലോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ നടത്തുന്ന പരീക്ഷാ സംവിധാനത്തിൽ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഉണ്ടാവും. തിയറി പരീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ 5 മാസത്തിൽ 1 മാസം പരീക്ഷ ആയിരിക്കുന്നതാണുള്ളത്. ഏകദേശം ഈ 1.5 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഏകദേശം തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പരീക്ഷകളൊക്കെ കൃത്യമായിട്ട് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ എക്സാമിനറി, ഇന്റേണൽ എക്സാമിനറി അങ്ങനെ സിസ്റ്റമാറ്റിക് വഴിയിലൂടെ തന്നെയാണ് പ്രാക്ടിക്കൽ പരീക്ഷകളും തിയറി പരീക്ഷകളും ഒക്കെ സർക്കാർ നടത്തുന്നത്. ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറും സംവിധാനങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതുപയോഗിച്ച് കൃത്യമായി പരീക്ഷ നടത്തി അന്ന് തന്നെ വാല്യുവേഷൻ ക്യാമ്പുകൾ തീരുമാനിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ 6ഓളം വാല്യുവേഷൻ ക്യാമ്പുകൾ ഞങ്ങൾക്ക് കൂടുതൽ സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ട് എല്ലാ ജില്ലയിലും ഒന്നും ക്യാമ്പുകൾ ഉണ്ടാവില്ല. 6 സെൻട്രൽ ബേസ് ചെയ്ത വാല്യുവേഷൻ ക്യാമ്പുകളിലേക്ക് അപ്പൊ അന്ന് തന്നെ ലാബിലെടുത്ത് ഒട്ടിച്ച് അതാത് ക്യാമ്പുകളിലേക്ക് ആൻസർ പേപ്പർ പോയി വിതിൻ 1 വീക്ക് ഇപ്പൊ വാല്യുവേഷൻ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വാല്യുവേഷൻ ക്യാമ്പ് നടന്നു. ഒരാഴ്ചക്കുള്ളിൽ കുട്ടികളുടെ പാസിംഗ് ബോർഡ് കൂടി കഴിഞ്ഞാൽ റിസൾട്ടും കാര്യങ്ങളും വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ആ സിസ്റ്റത്തിനെ പരീക്ഷയെ കുറിച്ചൊന്നും തന്നെ ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യമില്ല. കൃത്യമായിട്ട് റിസൾട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പം ഈ 6 സെമസ്റ്ററുകളിൽ വരുന്ന
സബ്ജക്റ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഏകദേശം നമുക്കൊരു ഓരോ സെമസ്റ്ററിലും ഒരു 10ഓളം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 10 × 6 60 സബ്ജക്റ്റ് ആണ് ടോട്ടൽ നമ്മൾ പറഞ്ഞത്. അത്രയും ഉണ്ടാവില്ല, ചിലതിലൊക്കെ കുറച്ച് കുറഞ്ഞ എണ്ണം കുറവായിരിക്കും സബ്ജക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. തിയറിയും പ്രാക്ടിക്കലുമാണ്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു വരുമ്പം ഒന്നാമത്തെ സെമസ്റ്ററിൽ 1-2 സെമസ്റ്റർ ആദ്യത്തെ വർഷം കുറച്ച് മാത്തമാറ്റിക്സും സയൻസും പഠിക്കണം. അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കാൻ കോളേജിൽ നിന്നുള്ള അധ്യാപകരാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് അവർ നിയമിക്കുന്ന ക്വാളിഫൈഡ് ആയുള്ള അധ്യാപകർ വെച്ചിട്ടാണ് ഈ മാത്തമാറ്റിക്സും സയൻസും ഒക്കെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം കമ്പ്യൂട്ടർ സബ്ജക്റ്റുകൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തെ സെമസ്റ്ററിൽ പഠിച്ച് മാത്തമാറ്റിക്സ് 1 പഠിച്ചാൽ രണ്ടാമത്തെ സെമസ്റ്ററിൽ മാത്തമാറ്റിക്സ് 2, അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തന്നെ ഉണ്ട്. അതൊന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റുകളൊന്നും, അപ്ലൈഡ് ആയതുകൊണ്ട് അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളും ആ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാലും കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിരുചി നല്ലതാണ്. ഇപ്പം സാധാരണ പോളിടെക്നിക്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിരുചി പരീക്ഷ നടത്തിയിട്ടല്ല കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഭിരുചി ഇല്ലാത്ത ചില കുട്ടികളൊക്കെ അഡ്മിഷൻ എടുത്ത് രക്ഷിതാക്കളുടെ ഒക്കെ താല്പര്യപ്രകാരം അങ്ങനെ എന്ന് നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ ആ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അവരെ ഇതിലേക്ക് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് അത് അവർക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനും പറ്റാറുണ്ട്. അപ്പം നേരത്തെ തന്നെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ അത് വളരെ ഗുണകരമാവും എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഫസ്റ്റ് ഇയറിൽ രണ്ടാമത്തെ സെമസ്റ്ററിലേക്ക് വരുമ്പോൾ സബ്ജക്ട് ഓറിയന്റഡ് ആയി. അപ്പൊ ബ്രാഞ്ചുകളെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അപ്പം ഏകദേശം 100-ൽ പരം ബ്രാഞ്ചുകൾ എഞ്ചിനീയറിംഗിലുണ്ട്. ഇന്ന് പോളിടെക്നിക്കുകളിൽ ഏകദേശം ഒരു 10-30 ബ്രാഞ്ചുകളിലാണ് അത് ഒതുങ്ങിയിരിക്കുന്നത്. നേരത്തെ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം ചെറിയ അമാൽഗമേഷനൊക്കെ വരുത്തി കുറച്ചുകൂടി ബേസിക് പേരുകളിലും അതുപോലെ തന്നെ അത് അഫിലിയേഷന്റെയും അതുപോലെ തന്നെ റെക്കഗ്നീഷന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് പുറത്തേക്ക് പോകുന്ന സമയത്ത് സ്പെഷ്യൽ പേരുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ക്വാണ്ടിറ്റി സർവേ എന്ന് പറഞ്ഞ ബ്രാഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ക്വാണ്ടിറ്റി സർവേ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് സിവിൽ എഞ്ചിനീയർ ചെയ്യുന്ന പ്രോസസ്സാണ് ക്വാണ്ടിറ്റി സർവേ. പക്ഷേ സിവിൽ എഞ്ചിനീയർ അത് മാത്രമല്ല ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പേര് ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗ് എന്നാക്കി മാറ്റി. അതുപോലെ ചില അമാൽഗമേഷനൊക്കെ വരുത്തിയിട്ട് നമുക്ക് 27-30ഓളം ബ്രാഞ്ചുകളാണ് ഇപ്പം കേരളത്തിലെ പോളിടെക്നിക്കുകളുള്ളത്. ഞാൻ പറഞ്ഞു 100-ൽ പരം പോളിടെക്നിക്കുകൾ ഉണ്ട്. ഗവൺമെന്റ്, എയ്ഡഡ് ആൻഡ് സെൽഫ് ഫിനാൻസിങ്. സെൽഫ് ഫിനാൻസിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതിൽ IHRD LBS നടത്തുന്ന പിന്നെ സ്ഥാപനങ്ങളുണ്ട്. അത് സർക്കാരിന്റെ തന്നെ ഒരു സപ്പോർട്ടോടുകൂടി നടത്തുന്ന പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, IHRDയും LBSും. പിന്നെ ഉള്ളത് ഗവൺമെന്റ് പോളിടെക്നിക്കുകളും എയ്ഡഡ് പോളിടെക്നിക്കുകളും സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക്. ഇതിലൊക്കെ അഡ്മിഷൻ പ്രോസസ്സ് ഒറ്റ വഴികളിലൂടെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പൊ അഡ്മിഷൻ നടക്കുന്നു. polyadmission.org എന്ന സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. polyadmission.org അതിലൂടെ കയറി കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണും. ഇനി ഞാൻ ഓപ്ഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ പോളിടെക്നിക് അഡ്മിഷൻ നടക്കുന്നത് ഏതെല്ലാം വഴികളിലൂടെ രീതികളിലൂടെയാണെന്ന് പറയാം. അതായത് 4 രീതികളിലൂടെയാണ് പോളിടെക്നിക്കിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. 4 വഴികളുണ്ട്. അതിൽ 2 വഴികൾ റെഗുലർ ആണെങ്കിൽ 2 വഴികൾ ഈവനിങ് ആണ് എന്ന് പറയാം. ഈവനിങ് അല്ലെങ്കിൽ വൈകുന്നേര സമയങ്ങളിലും ജോലി ഉള്ളവർക്കുള്ളതാണ് എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാം. ജോലിയിൽ നിന്നുകൊണ്ട് ഇപ്പൊ സാധാരണ ഒരു ജോലിയിൽ കയറി, ടെക്നിക്കൽ ജോലിയിൽ ഒരാൾ കയറി അയാൾക്കൊരു ഡിപ്ലോമ കരസ്ഥമാക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് അതിനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ITI ഒക്കെ പഠിച്ചിട്ട് ജോലികളിൽ കയറിയ ആൾക്ക് ഒരു ഹയർ സ്റ്റഡി അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങളും ഇന്ന് പോളിടെക്നിക്കുകളിലുണ്ട്. അപ്പം 4 വഴികൾ എന്ന് പറയുമ്പം ഒന്ന് റെഗുലർ അഡ്മിഷനാണ്. റെഗുലർ തന്നെ 2 രീതിയിലാണ്. റെഗുലർ 3 ഇയർ കോഴ്സിലേക്ക് ഫസ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷൻ, അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് ലാറ്ററൽ എൻട്രി അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. ലാറ്ററൽ എൻട്രി അഡ്മിഷൻ പോളിടെക്നിക്കുകളിലേക്ക് എന്ന് പറയുമ്പം അത് 2ാം വർഷത്തിലേക്കാണ്. അതിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമുക്ക് അറിയാം, അടിസ്ഥാനപരമായി പോളിടെക്നിക് അഡ്മിഷന് വേണ്ട യോഗ്യത SSLC ആണ്. അത് വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പോളിടെക്നിക്കൽ അഡ്മിഷൻ കിട്ടാൻ SSLC പാസ്സായാൽ മാത്രം മതി. ഓർ THSLC എന്ന് പറയും, ടെക്നിക്കൽ ഹൈസ്കൂൾ എന്ന് പറയും. ടെക്നിക്കൽ ഹൈ THSLC, അതായത് ടെക്നിക്കൽ സ്കൂൾ ലിവിങ്സ്. ടെക്നിക്കൽ ഹൈസ്കൂളുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമായിരിക്കും. കേരളത്തിൽ എല്ലാ താലൂക്കുകളിലും ടെക്നിക്കൽ ഹൈസ്കൂളുണ്ട്. 36 ടെക്നിക്കൽ ഹൈസ്കൂൾ. അത് ഗവൺമെന്റ് മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ. കോഴിക്കോട് വെസ്റ്റിലുണ്ട്, പയ്യോളി ഉണ്ട്, വടകര ഉണ്ട്. 3 താലൂക്കിലുണ്ട്. അതുപോലെ കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും ഈ ടെക്നിക്കൽ ഹൈസ്കൂളുകളുണ്ട്. അപ്പം ഈ ഹൈസ്കൂളിൽ പഠിച്ച കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് റിസർവേഷനും കൂടിയുണ്ട്. കാരണം അവർ ടെക്നിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് 5% അഡീഷണൽ റിസർവേഷൻ അവർക്ക് കൊടുക്കുന്നുണ്ട്.
അപ്പൊ SSLC ആണ് പോളിടെക്നിക്കിൽ ചേരാനുള്ള അടിസ്ഥാന യോഗ്യത. എന്നാൽ ഈ സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, ലാറ്ററൽ എൻട്രി അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ +2 വേണം. +2 മാത്തമാറ്റിക്സും സയൻസും പഠിച്ച ബ്രാഞ്ച് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് 1 വർഷം സേവ് ചെയ്തുകൊണ്ട് പോളിടെക്നിക്കിന്റെ 2ാം വർഷത്തിലേക്ക് കയറിക്കൊണ്ട് അവർക്ക് അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനെ അഡ്മിഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പം ചെറിയൊരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 4 സബ്ജക്റ്റ് ഒന്ന് എഴുതി പാസ്സാവേണ്ട കാര്യങ്ങളുണ്ട്. ഈ ലാറ്ററൽ എൻട്രിയിൽ നമ്മൾ കൊടുക്കുന്നത് വെറും +2കാർക്ക് മാത്രമല്ല. ITI അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ITI പോലുള്ള വേറൊരു കോഴ്സാണ് KGC, കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ 2 ഇയർ കോഴ്സുകളുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ് നടത്തുന്നത്. നേരത്തെ ഞാൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ഗവൺമെന്റ് മാത്രമാണ് നടത്തുന്നതെങ്കിൽ KGC കോഴ്സ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ മാത്രമാണ് നടത്തുന്നത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലും എല്ലാ ജില്ലയിലും തന്നെ ഇഷ്ടം പോലെ KGC സ്ഥാപനങ്ങളുണ്ട്. അവിടെ പഠിച്ച 2 വർഷം പഠിച്ച കുട്ടികൾക്കും ഈ പഠിച്ച് പാസ്സായ കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക്കിന്റെ 2ാം വർഷത്തിലേക്ക് കയറാൻ പറ്റും. അപ്പൊ ലാറ്ററൽ എൻട്രി വഴി ITI കഴിഞ്ഞവർക്ക് കയറാം, KGC കഴിഞ്ഞവർക്ക് കയറാം, +2 കഴിഞ്ഞവർക്ക് കയറാം. അപ്പൊ ഈ +2കാരും ITI KGCക്കാരും തമ്മിലൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ITI KGCക്കാർ ടെക്നിക്കൽ കോഴ്സ് കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും, മാത്സും സയൻസും കുറവായിരിക്കും. +2കാർ മാത്സ് കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും, ടെക്നിക്കൽ ഒന്നും ഒരുപക്ഷെ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ +2 എന്ന് പറയുമ്പോൾ VHSC ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. VHSC ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. VHSCക്കാർക്കും അതിൽ വരാൻ പറ്റും. +2 ഇക്വലന്റ് ആണ്. അപ്പൊ ഈ VHSC +2കാർ വരുമ്പം അവർക്ക് ടെക്നിക്കൽ സബ്ജക്റ്റുകൾ കൂടുതൽ പഠിക്കാത്തതുകൊണ്ട്, ഇനി പഠിച്ചവരാണെങ്കിൽ കൂടി അവർ +2കാരെ പോലെയാണ് VHSCക്കാരെയും കാണുന്നത്. അവർക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള 2 സബ്ജക്റ്റുകൾ S1ലും 2 S2ലും 3 എഴുതി പാസ്സാവേണ്ടതുണ്ട്. അത് പാസ്സാവാനുള്ള ക്ലാസ്സുകളൊക്കെ അവിടെ നിന്ന് കൊടുക്കും. ഇവർ ഈ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഫസ്റ്റ് ഇയർ കുട്ടികളെ കൂടെ തന്നെ ആണ് ഇവർ ഈ പരീക്ഷകൾ എഴുതി അതൊന്നും പാസ്സാവേണ്ട ഒരു ആവശ്യം മാത്രമാണ് അഡീഷണൽ ആയിട്ട്. അത് കുട്ടികൾക്ക് പറ്റുകയും ചെയ്യും. പറ്റുന്ന കുട്ടികൾ മാത്രമേ ഈ ലാറ്ററൽ എൻട്രി വഴി വരുള്ളൂ. കാരണം മാർക്ക് നോക്കിയുള്ള സെലക്ഷൻ ആകുമ്പോൾ ഹൈ മാർക്ക് കിട്ടിയ കുട്ടികളാണ് ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലാറ്ററൽ എൻട്രി വഴി +2 അതുപോലെ തന്നെ VHSC KGC ITI കുട്ടികൾക്ക് പോളിടെക്നിക്കിൽ 2ാം വർഷത്തിലേക്ക് കയറാം. അപ്പം +2കാർ കയറുന്ന സമയത്ത് 2ാം വർഷത്തിലേക്ക് കയറണമെങ്കിൽ മാത്തമാറ്റിക്സും സയൻസും പഠിച്ച +2കാരായിരിക്കണം. VHSC ആണെങ്കിലും അതിനകത്ത് മാത്തമാറ്റിക്സ് ഉള്ള കോമ്പിനേഷൻ ആയിരിക്കണം. ബയോളജി കോമ്പിനേഷൻകാർക്ക് അതിനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല. പിന്നീടുള്ളത് റെഗുലർ അഡ്മിഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. SSLC ആണ് വേണ്ടത്. ഒരുപക്ഷെ +2 കഴിഞ്ഞ കുട്ടികളായിരിക്കും ഒരുപക്ഷെ ധാരാളം വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും, +2 കഴിഞ്ഞവർക്ക് എന്തെങ്കിലും അഡീഷണൽ വെയിറ്റേജോ പ്രിവിലേജോ ഉണ്ടോ എന്നുള്ളത്. നോർമലി നമ്മൾ പറയാ അങ്ങനെ ഒന്നും ഇല്ല, അതായത് ലീഗലി ഒന്നുമില്ല. പക്ഷെ നമുക്കറിയാം ഒരു +2 ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്കാണ് പോളിടെക്നിക്കിലൊക്കെ ഉള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണത്. ഈ കോഴ്സിന് ചേർന്ന് ഒരു എഞ്ചിനീയറിംഗ് ടച്ചുള്ള പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സിന് ചേർന്ന് പഠിക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ അവർക്ക് കിട്ടും. കാരണം പ്രത്യേകിച്ച് സയൻസും ഇംഗ്ലീഷും ഒക്കെ പഠിച്ച കുട്ടികൾ വരുന്ന സമയത്ത് അവർക്ക് അതൊരു ഗുണമായിട്ട് കിട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് മാർക്ക് വെയിറ്റേജ് ഒന്നും അവർക്ക് കൊടുക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ ഹൈസ്കൂൾ കുട്ടികൾക്ക് 5% റിസർവേഷൻ ഉണ്ടെന്ന് മാത്രം. പിന്നെ കമ്മ്യൂണിറ്റി റിസർവേഷൻ, കാസ്റ്റ് റിസർവേഷനും അതുപോലുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോളിടെക്നിക്കുകളിലും ഉണ്ട്. അപ്പം ലാറ്ററൽ എൻട്രി അഡ്മിഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു. റെഗുലർ 2 അഡ്മിഷനാണ് ഞാൻ പറഞ്ഞത്. റെഗുലർ അഡ്മിഷന് പിന്നെ റെഗുലർ സാധാ അഡ്മിഷനും ലാറ്ററൽ എൻട്രി സെക്കൻഡ് ഇയറിലേക്കുള്ള അഡ്മിഷനും. പിന്നെ ഞാൻ 2 അഡ്മിഷൻ പ്രോസസ്സ് പറഞ്ഞത് ഈവനിങ് ടൈമിലുള്ള ജോലിക്കാർക്കുള്ളതാണ്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്തിട്ടും എനിക്കറിയില്ല. ജോലിക്കാർക്ക് ഉള്ള കോഴ്സിനും ഇതുപോലെ തന്നെ പാർട്ട് ടൈം അഡ്മിഷൻ, 6 സെമസ്റ്ററിലുള്ള പാർട്ട് ടൈം അഡ്മിഷൻ. അവർ സാങ്കേതിക മേഖലയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന, 2 വർഷം ജോലി ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക. ഈവനിങ് ടൈമിലും ഹോളിഡേയ്സിലും ഒക്കെ നടത്തിയിട്ടാണ് വൈകുന്നേരങ്ങളിൽ രാത്രി 5 മണിക്ക് തുടങ്ങി ഒരു 5:30 തുടങ്ങി ഒരു 9, 10 മണി വരെയൊക്കെ നടത്തുന്ന ക്ലാസ്സുകളാണ്. റെഗുലർ സ്റ്റഡി തന്നെയാണ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനോ ഒന്നുമല്ല, റെഗുലർ സ്റ്റഡി തന്നെയാണ്. ഡിസ്റ്റൻസിലൊന്നും ഡിപ്ലോമ എവിടെയും കേരളത്തിൽ നമ്മൾ കൊടുക്കുന്നില്ല, പോളിടെക്നിക്കിലൊന്നും കൊടുക്കുന്നില്ല. റെഗുലർ സ്റ്റഡിയാണ്. ഡെയിലി കോളേജിൽ പോയിട്ട് അറ്റൻഡൻസ് 75% അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ തന്നെ അക്വയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അക്വയർ ചെയ്തിട്ട് തന്നെ പരീക്ഷ എഴുതുന്ന സംവിധാനമാണ്. ജോലിക്കാർക്ക് വേണ്ടി ടൈമിങ്ങിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ലാറ്ററൽ എൻട്രി ഉണ്ട്. അതിന്റെ പേരാണ് വർക്കിംഗ് പ്രൊഫഷണൽ എന്നുള്ള പുതിയ പേരിലാണ് ഗവൺമെന്റ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് പ്രൊഫഷണൽസ്, ഡിപ്ലോമ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ്. അവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഗതിയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 4 കാറ്റഗറിപ്പെട്ട +2 ഇക്വലന്റ് മാത്തമാറ്റിക്സ് പാസ്സായ, +2 VHSC പാസ്സായവരായിരിക്കണം. അതുപോലെ തന്നെ ITI ഓർ KGC പാസ്സായവരായിരിക്കണം.
ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക്കിലെ ഈവനിങ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിപ്പം വർക്കിംഗ് പ്രൊഫഷണൽ ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ട് ടൈം വിളിച്ചിട്ടില്ല. ഇത് എല്ലാ കോളേജുകളിലും ഇല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കോളേജുകളിൽ എല്ലാം തന്നെ ഒന്നും ഇല്ല. ഇപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കോളേജുകളിലൊക്കെ തന്നെ ഈ പാർട്ട് ടൈം കോഴ്സുകളുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, കളമശ്ശേരി, തൃശ്ശൂർ, കോട്ടയം, തിരുവനന്തപുരം പാർട്ട് ടൈം കോഴ്സുകൾ. അതിന് പ്ലസ് ടുവിനൊന്നും ആവശ്യമില്ല. ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുക, വാട്ടർ അതോറിറ്റി, KSEB, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതിൽ വരാൻ പറ്റും. അതിന് SLC പാസ്സായാൽ മതി. അതേസമയത്ത് വർക്കിംഗ് പ്രൊഫഷണൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒന്നുകിൽ പ്ലസ് ടു സയൻസ് മാത്സ് ഉൾപ്പെടുന്ന കോമ്പിനേഷൻ, അല്ലെങ്കിൽ VHSC, അല്ലെങ്കിൽ ITI, KGC കഴിഞ്ഞ ആളുകളും പ്ലസ് ജോലിയും കൂടി വേണം. ജോലിയും കൂടി ഉള്ള ആളുകൾക്കാണ് വർക്കിംഗ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ 4 സെമസ്റ്റർ കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 സബ്ജക്ട് പാസ് ആവേണ്ട ഒരു പ്രശ്നം കൂടി അവിടെ കിടക്കുന്നുണ്ട്. അത് അതിന്റെ കൂടെ അങ്ങ് നടന്നു പോകാറുള്ള, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കാണാറില്ല. ഇങ്ങനെയുള്ള രീതിയിലുള്ളതാണ് പോളിടെക്നിക് അഡ്മിഷൻ. അപ്പൊ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഓൺലൈൻ അഡ്മിഷനാണ് നടക്കുന്നത്. അതിന് റിക്വയർഡ് ഫീ ഉണ്ട്. സൈറ്റിന്റെ പേര് ഞാൻ പറഞ്ഞു. അതിന് റിക്വയർഡ് ഫീ ഉണ്ട്. ആ ഫീസ് അടച്ച് SC ST കുട്ടികൾക്കൊക്കെ അതിന് ഫീയിലൊക്കെ കാര്യങ്ങൾ കുറവുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ പ്രോസസ്സ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അഡ്മിഷൻ പ്രോസസ്സ് എടുക്കുന്ന സമയത്ത് നമുക്കുള്ളത് ഈ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ കൊടുക്കാൻ പറ്റും. 30ഓളം ചോയ്സുകൾ കൊടുക്കാൻ പറ്റും എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് വിവിധ സ്ഥാപനങ്ങൾ ഇപ്പൊ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. കോഴിക്കോട് ഞാനൊരു എക്സാമ്പിൾ പറയാം. കോഴിക്കോട് വെസ്റ്റ് പോളികളിൽ 6 ബ്രാഞ്ചുകളിൽ നമുക്ക് ഇപ്പം 6 ഓപ്ഷനായി അവിടെ. ഇപ്പൊ വെസ്റ്റ് പോളിടെക്നിക്ക് അവിടുത്തെ 6 ബ്രാഞ്ചുകൾ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, ടൂൾ ആൻഡ് ഡൈ, കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കാം. പിന്നെ നമുക്ക് തൊട്ടടുത്ത പോളിടെക്നിക്ക് കൊടുക്കാം. വനിതകളാണ്, പെൺകുട്ടികളാണ്, മലാപ്പറമ്പ് പോളിടെക്നിക്ക് കൊടുക്കാം. അവിടെ ഇലക്ട്രോണിക്സും ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസും ആണുള്ളത്. പിന്നെ ഒരുപക്ഷെ നമുക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നുള്ള പേടി കൊണ്ട് നമുക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നമ്മൾ തൊട്ടടുത്ത മലപ്പുറം ജില്ലയിലേക്കോ അല്ലെങ്കിൽ വയനാട് ജില്ലയിലേക്കോ കണ്ണൂരേക്കോ കൊടുക്കാം. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ, സ്വാശ്രയ സ്ഥാപനങ്ങൾ കോഴിക്കോടും അതുപോലെ തന്നെ മറ്റു ജില്ലകളിലൊക്കെ തന്നെ ഉണ്ട്. അതിലേക്കൊക്കെ ഉള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന്റെ ഡേറ്റും ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെ സൈറ്റിലും ഇതിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അഡ്മിഷൻ അപ്ലൈ ചെയ്യാനുള്ള സമയം ലാറ്ററൽ എൻട്രിയുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ലാറ്ററൽ എൻട്രി വഴി ഞാൻ നേരത്തെ പറഞ്ഞ പ്ലസ് ടു മാത്സും സയൻസും ഉള്ള കോമ്പിനേഷൻ, പ്ലസ് ടു VHSC കഴിഞ്ഞ കുട്ടികൾക്കുള്ള റെഗുലർ കോഴ്സിലേക്കുള്ള ലാറ്ററൽ എൻട്രിയുടെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. ഇന്ന് എങ്കിലും അവർ അപ്ലൈ ചെയ്യണം. അതിന്റെ ഫീസ് അടച്ച് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ SLCയുടെ ഒക്കെ പ്ലസ് ടുവിന്റെ ഒക്കെ രജിസ്റ്റർ നമ്പർ അടിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ ഡാറ്റ എടുത്തുകൊണ്ടുള്ള അഡ്മിഷൻ പ്രോസസ്സാണ് നമ്മുടെ പോളിടെക്നിക് അഡ്മിഷനിൽ നടക്കുന്നത്. അപ്പോൾ പോളിടെക്നിക്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് പറയാനുള്ള 1-2 കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മികച്ച പഠന സൗകര്യങ്ങളുള്ള സ്ഥാപനങ്ങളാണ് പോളിടെക്നിക്. ഇന്നും മിക്കവാറും പോളിടെക്നിക്കൊക്കെ തന്നെ നല്ല പഠിപ്പിക്കാൻ നല്ല ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ലാബറട്ടറി ഫെസിലിറ്റി ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക്കുകളൊക്കെ ഒരു പരിധി വരെ ഈ സൗകര്യങ്ങൾ ഉണ്ട്. പിന്നീടുള്ള ഇവിടെ ഉള്ളൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സിലബസ് അക്കാഡമിക് കാര്യങ്ങളിലേക്ക് പറഞ്ഞു വന്നിട്ട് ഒന്ന് സ്കിപ്പായി പോയി. 1-ാം വർഷം 1-2 സെമസ്റ്ററിലെ പഠന രീതികൾ ഞാൻ പറഞ്ഞു. 1-2 സെമസ്റ്റർ കഴിയുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ നമ്മളൊരു ഇന്റേൺഷിപ്പിന് വിടും കുട്ടികളെ. 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഇന്റേൺഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പരീക്ഷകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഏകദേശം ഒരു 4 ആഴ്ച ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ ആ ടൈമിലാണ് ഇന്റേൺഷിപ്പിന് നമ്മൾ വിടുന്നത്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമലി പ്യൂർലി റിലേറ്റഡ് വിത്ത് ദ ഇൻഡസ്ട്രീസ്, റിലേറ്റഡ് വിത്ത് ദെയർ സ്റ്റഡിങ് ബ്രാഞ്ച്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് അവരെ ഇന്റേൺഷിപ്പിന് വിടുന്നത്. അപ്പൊ നമുക്ക് ഈ കുട്ടികളെ മുഴുവനും ഇന്റേൺഷിപ്പിന് വിടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ അധ്യാപകരൊക്കെ ഒരുപാട് പാടുപെട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് കുട്ടികളുടെയും സപ്പോർട്ടോട് കൂടി അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രീസിലേക്കൊക്കെ പോകുന്നത്. ഓട്ടോമൊബൈലൊക്കെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. മെക്കാനിക്കൽ ഇൻഡസ്ട്രീസ് കുറച്ച് കുറവാണ്, കെമിക്കൽ ഇൻഡസ്ട്രീസ് കുറവാണ്, ടൂൾ ആൻഡ് ഡൈക്കൊക്കെ തന്നെ കുറച്ച് ലിമിറ്റഡ് ആണ്. എന്നിരുന്നാലും
കഴിവതും അവർ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിന്നുള്ള ഇന്റേൺഷിപ്പിനാണ് പോകുന്നത്. ഈ ഇന്റേൺഷിപ്പ് വെറുതെ പോയി വരുന്നതല്ല, കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് അതിനുണ്ട്, അതിന് മാർക്കുകളുണ്ട്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് അവിടുന്ന് ഒരു റിപ്പോർട്ട് ആക്കിക്കൊണ്ട് ആ റിപ്പോർട്ട് അടിസ്ഥാനപരമായ ഒരു വൈവ നടത്തിക്കൊണ്ടാണ് അതിന് മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പിനുള്ള സൗകര്യം പോളിടെക്നിക്കിലുണ്ട്. പിന്നീട് പ്ലേസ്മെന്റിനെ കുറിച്ച് ഞാൻ അതിലേക്ക് വരാം, ലാറ്ററൽ എൻട്രി കാര്യങ്ങളിലേക്കൊക്കെ വരാം. ബിടെക് ലാറ്ററൽ എൻട്രിയുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് രണ്ടാം വർഷം, പോളിടെക്നിക് രണ്ടാം വർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും ശരിക്കും എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയമാണ്. മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെ സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പം ഏകദേശം ചില സബ്ജക്റ്റുകളൊക്കെ തന്നെ ITI ലെവൽ മുതൽ മുകളിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് ചില സബ്ജക്റ്റുകളൊക്കെ പോളിടെക്നിക്കുകളിൽ എഞ്ചിനീയറിംഗിനേക്കാൾ കൂടുതൽ പഠിക്കുന്ന സബ്ജക്റ്റുകളുണ്ട്. കാരണം ചില പ്രാക്ടിക്കൽ സബ്ജക്റ്റുകളും ലാബുകളൊക്കെ ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു ജൂനിയർ എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, ഒരു ഫോർമാൻ എന്നുള്ള നിലയിൽ ഡിപ്ലോമക്കാരൻ സബ്ജക്റ്റുകൾ കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡ്രോയിങ് പോലുള്ള മെഷീൻ ഡ്രോയിങ്, മെക്കാനിക്കലിന്റെ മെഷീൻ ഡ്രോയിങ് പോലുള്ള പ്രൊഡക്ഷനുകൾ കൂടുതൽ വൈദഗ്ധ്യവും പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഡിപ്ലോമ സ്റ്റുഡൻസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഗുണവും അവർക്ക് കിട്ടുന്നുണ്ട്. പ്ലേസ്മെന്റിലൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് അതിന്റെ പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം കിട്ടുന്നുണ്ട്. അപ്പം ഈ രണ്ടാം വർഷം തിയറിയും പ്രാക്ടിക്കലുമായിട്ട് ആ ലാബുകൾ അങ്ങനെ ചെയ്തു. ഈ രണ്ടാം വർഷം കഴിഞ്ഞ ഉടനെ തന്നെ വീണ്ടും അടുത്ത ഇന്റേൺഷിപ്പാണ്. നേരത്തെ നമ്മൾ ഇന്റേൺഷിപ്പ് 1, ഇന്റേൺഷിപ്പ് 2 ആണ്. ഇന്റേൺഷിപ്പ് 2 എന്ന് പറയുമ്പം ഇത് അടുത്തൊരു ലെവലാണ്. കാരണം നേരത്തെ 4 ആഴ്ച, നേരത്തെ നമ്മൾ ആദ്യത്തെ ഇന്റേൺഷിപ്പ് 3 ആഴ്ചയാണ്, ഇത് 4 ആഴ്ചയാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. 3 4 ആഴ്ചകളായിട്ടാണ് വിടുന്നത്. അപ്പൊ ഈ ആ ഒരു 3 4 ആഴ്ച ഇന്റേൺഷിപ്പിന് പോയി കഴിഞ്ഞാൽ അവര് ശരിക്കും ഒരു കമ്പനികളിലേക്കാണ് പോകുന്നത്. കാരണം നമുക്കറിയാം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ആരോപണം, തിയറി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് നമ്മുടെ ലാബുകളിലൊന്നും വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് പഠിച്ച് അതിനൊരു പരിഹാരമായിട്ടാണ് AICTE നിർദ്ദേശിച്ചാണ് ഈ ഇൻഡസ്ട്രി തമ്മിലുള്ള ഗ്യാപ്പ് മാനേജ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ ഡയറക്റ്റ് ഇൻഡസ്ട്രീസിൽ തന്നെ വിടുക. വെറുതെ എന്തെങ്കിലും പോയിട്ട് ഫയൽ വർക്ക് ചെയ്യുന്ന പരിപാടിയല്ല. പോളിടെക്നിക്കിൽ അധികവും നമ്മൾ അത്രയും അതിനോട് നീതി പുലർത്തിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഇന്റേൺഷിപ്പ് കഴിയുന്നതോട് കൂടി കുട്ടിക്ക് ഇൻഡസ്ട്രിയുടെ ഒരു പിക്ചർ കൃത്യമായിട്ട് കിട്ടും. നമുക്കറിയാം ഇൻഡസ്ട്രി പോകുന്ന സമയത്ത് അവിടെ രാവിലെ പോയി പഞ്ച് ചെയ്യണം, അവിടുത്തെ വർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആ പ്രാക്ടിക്കൽ വർക്കിൽ അവർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ഗുണവും കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അവര് വീണ്ടും തിരിച്ച് തേർഡ് ഇയർ ക്ലാസ്സുകളിലേക്ക് വരും. അപ്പൊ ആ തേർഡ് ഇയർ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഇൻഡസ്ട്രി പോയതിന്റെ ഒരു ഫീല്, അതിന്റെ ഒരു ഗുണം കോളേജിലും അധ്യാപകർക്കൊക്കെ കിട്ടാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ തേർഡ് ഇയറിൽ പോകുന്നത്. തേർഡ് ഇയർ നമുക്കറിയാം സ്വാഭാവികമായിട്ടും കുറച്ച് അഡ്വാൻസ് സബ്ജക്റ്റുകളും കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇവർ കൊണ്ട് പ്രോജക്റ്റ് വർക്കുകൾ ചെയ്യിക്കുന്നുണ്ട്. പ്രോജക്റ്റ് വർക്ക് തന്നെ 2 ടൈപ്പ് പ്രോജക്റ്റ് വർക്ക് ഉണ്ട്. മിനി പ്രോജക്റ്റ് നമ്മൾ സെക്കൻഡ് ഇയറിൽ ചെയ്യിക്കുന്നു, മേജർ പ്രോജക്റ്റ് തേർഡ് ഇയർ ചെയ്യിക്കുന്നു. ഒരു പ്രോജക്റ്റ് വർക്ക് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഐഡിയകൾ ശാംശീകരിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രൊജക്റ്റുകളാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ ഓരോ ബ്രാഞ്ചുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ പിന്നെ എന്താ പറയാ, ഇന്നോവേഷൻ ആണെങ്കിൽ വളരെ നന്നായി, മോഡിഫിക്കേഷൻ ആണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള പ്രൊജക്റ്റുകളാണ് പോളിടെക്നിക്കുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മേജർ പ്രൊജക്റ്റുകൾ പലപ്പോഴും ഈ പ്രൊജക്റ്റുകളൊക്കെ തന്നെ പിന്നീട് പ്രോഡക്റ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. കുട്ടികൾ ചെയ്ത പ്രോഡക്റ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളെ പത്തിരി പ്രസ്സും അതുപോലെ തന്നെ ഒരുപാട് ഉപകരണങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അതിന്റെ ആദ്യഘട്ടങ്ങളിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്ന പലതും ഉണ്ട്. അങ്ങനെ ഒരുപാട് സർവീസുകളും സോഫ്റ്റ്വെയറുകളും ഒക്കെ തന്നെ സർക്യൂട്ടുകളും ഒക്കെ തന്നെ കുട്ടികൾ ഡിവൈസ് ചെയ്തേയും അതുപോലെ പോളിടെക്നിക്കുകളുണ്ട്, കുറച്ചാണെങ്കിലും ഉണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഒരു മേജർ പ്രൊജക്ട് എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അത് കുട്ടികൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം, ചിലപ്പോൾ ബാച്ചുകളാക്കും. മാക്സിമം 5 പേര് തുടങ്ങിയ ബാച്ചുകളെ പാടുള്ളൂ എന്നൊക്കെ AICTE നിഷ്കർഷം ഉണ്ട്. അങ്ങനെ കുട്ടികൾ ബാച്ചുകളായി ചേർന്നുകൊണ്ട് ഒരു പ്രൊജക്റ്റ് അവർ ഉണ്ടാക്കി, ഒരു സർക്യൂട്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഞങ്ങളുടെ മുന്നിൽ, അധ്യാപകരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് വൈവാക്ക് നേരിട്ട് കൊണ്ട് വലിയ മാർക്കൊക്കെ അതിനുണ്ട്, വലിയ ഗ്രേഡുകളൊക്കെ അതിനുണ്ട്. ആ ഗ്രേഡുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് പോളിടെക്നിക് ക്യാമ്പസുകളിൽ പ്ലേസ്മെന്റ് വളരെയധികം ഉണ്ട്. വളരെ കൂടുതൽ പ്ലേസ്മെന്റ് നടക്കുന്ന ഒരു കാലഘട്ടമാണെന്ന്. ഒരുപാട് കമ്പനികൾ കോളേജുകളിലേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട പല കമ്പനികളും വിധികൾ ബേസ് ചെയ്തുകൊണ്ടുള്ള കമ്പനികൾ, സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ തന്നെ ഇന്ന് പോളിടെക്നിക്കുകളിൽ വന്നുകൊണ്ട്
കുട്ടികളെ സെലക്ട് ചെയ്യുന്ന LNT പോലുള്ള വലിയ കമ്പനികളൊക്കെ തന്നെ വർഷങ്ങളായിട്ട് മേജർ പോളിടെക്നിക്കുകളിലൊക്കെ വന്നുകൊണ്ട് കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം പിന്നെ അതിൻ്റെ താഴെയുള്ള കമ്പനികൾ, പിന്നെ നമ്മൾ പ്ലേസ്മെന്റ് ഡ്രൈവ് കോളേജുകളിൽ വെച്ച് നടത്തുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഒരു പ്ലേസ്മെന്റ് സെല്ലുണ്ട് പോളിടെക്നിക്കിന്, അവർ നടത്തുന്നുണ്ട്. കോളേജ് ലെവലിൽ പ്ലേസ്മെന്റ് ഓഫീസർമാരുണ്ട്, അവർ പ്ലേസ്മെന്റ് നടത്തുന്നുണ്ട്. അങ്ങനെ പ്ലേസ്മെന്റ് കിട്ടി ഒരുപാട് കുട്ടികൾ വിദേശത്തും രാജ്യത്തിനകത്തും ഒക്കെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ പോളിടെക്നിക്കിൽ പഠിച്ച കുട്ടികൾ ഇന്ന് ഒരുപാട് സാങ്കേതിക മേഖലകളിൽ, ഒരുപാട് ഇൻഡസ്ട്രീസിൽ, പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും സോഫ്റ്റ്വെയർ സൈഡ് ആണെങ്കിലും സർവീസ് സൈഡ് ആണെങ്കിലും പ്ലാന്റ് സൈഡുകളിലാണെങ്കിലും കെമിക്കൽ പ്ലാന്റുകളിലും ഒക്കെ തന്നെ ഒരുപാട് കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ സൈഡിലേക്ക് പോകുമ്പം അതുപോലെ തന്നെ സർവീസ് സൈഡിലേക്ക് പിന്നെ എയർപോർട്ട് പോലുള്ള എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള ലോജിസ്റ്റിക് പരമായിട്ടുള്ള ഒരുപാട് മേഖലകളിൽ കുട്ടികൾക്ക് ജോലി കിട്ടുന്ന സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എക്സലന്റ് ആയിട്ടുള്ള കുട്ടികൾ നല്ല പ്ലേസ്മെന്റ് കിട്ടിയിട്ട് നല്ല സാലറി പാക്കേജിലൊക്കെ തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് പല കോളേജുകളുണ്ട്. അതിനുള്ള സംവിധാനം പോളിടെക്നിക്കിലുണ്ട്. കുട്ടികളെ ആ രീതിയിൽ പോളി ചെയ്തുകൊണ്ട് നമ്മൾ അതിനുള്ള ട്രെയിനിങ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ എന്താ പറയുക കമ്പനികളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവർ വന്ന് പ്ലേസ്മെന്റ് റിക്രൂട്ട്മെന്റ് നടത്തി പോകുന്ന ഒരു പ്ലേസ്മെന്റ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കുട്ടിക്ക് ഒന്നുകൂടി തുടർന്ന് പഠിക്കണം. പണ്ട് കാലത്തൊന്നും അതില്ല. ഡിപ്ലോമ കഴിഞ്ഞ് SLC കഴിഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞാൽ പഠനം അതോടെ അവസാനിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് അങ്ങനത്തെ യാതൊരു സാഹചര്യമില്ല. കുട്ടികൾക്ക് ബിടെക്കിന് പോവാം. ബിടെക്കിന് രണ്ട് രീതിയിലും പോവാം. ബിടെക്കിന് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്തിട്ട് പോവാം, എൻട്രൻസ് ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം. ഇനി ഏറ്റവും ഇന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിടെക്കിന്റെ സെക്കൻഡ് ഇയറിലേക്കുള്ള അഡ്മിഷനാണ്. നമുക്കറിയാം ബിടെക് 4 വർഷമാണ്, 8 സെമസ്റ്ററാണ്. എന്നാൽ സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് 3 വർഷം കൊണ്ട് ബിടെക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡിപ്ലോമ കഴിഞ്ഞ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് ബ്രാഞ്ചിലും, അപ്പോൾ അവനിപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായ കുട്ടിയാണെങ്കിൽ അവന് ഇനി ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പോകാനുള്ള ഓപ്ഷൻ ഇന്നുണ്ട്. അപ്പോൾ അവനവന്റെ ബ്രാഞ്ചിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും പറ്റും. ഇപ്പോൾ സമയം ഒരുപാട് അതിക്രമിച്ചിട്ട് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. 45 തോന്നുന്നു. ഇപ്പം അങ്ങനെ പ്ലേസ്മെന്റ് കിട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം പോളിടെക്നിക് പിന്നെ കുറിച്ചുള്ള ഏകദേശം ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രാജ്യത്തെ പോളിടെക്നിക്കുകളിൽ യൂണിഫോം ഉണ്ട്. കേരളത്തിലെ പോളിടെക്നിക് യൂണിഫോം ബേസ്ഡ് ആണ്. പിന്നെ അതുപോലെ ഇന്റേൺഷിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ നേടിക്കൊണ്ടാണ് റെഗുലർ ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾ പോളിടെക്നിക്കുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് പ്ലേസ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ പോകുന്ന കേരളത്തിലെ നല്ലൊരു സംവിധാനമാണ് പോളിടെക്നിക് കോളേജുകൾ. പോളിടെക്നിക് പഠിച്ച ഒരു കുട്ടിക്ക് എഞ്ചിനീയറിംഗിന് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക വിവിധ ജോലികൾക്ക് പോകാൻ പറ്റും. ടീച്ചിങ് മേഖലയിൽ ഒരുപാട് ജോലികളുണ്ട്. ഡിപ്ലോമ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ITI പോലുള്ള സ്ഥാപനങ്ങളിൽ ഇൻസ്ട്രക്ടർ ആവാൻ പറ്റും. അതുപോലെ തന്നെ പോളിടെക്നിക്കുകളിൽ ഇൻസ്ട്രക്ടർ ആവാൻ പറ്റും. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഇൻസ്ട്രക്ടർ, ലാബുകളിലൊക്കെയുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ ഇതിൽ പറ്റും. പിന്നെ അതുപോലെ ഒരുപാട് കോഴ്സുകൾക്കൊക്കെ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് ഈ പിന്നെ ഡിപ്ലോമ സ്റ്റഡി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിവിധ മറ്റ് മേഖലകളിൽ, തൊഴിൽ മേഖലയിലൊക്കെ തന്നെയുള്ള ചാൻസുകൾ, സാധ്യതകൾ ഇവർക്കുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഡിപ്ലോമ കോഴ്സുകൾ, 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ. എന്തെങ്കിലും സാർ, എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ സപ്പോർട്ട്? ഓക്കെ, താങ്ക് യു സാർ. സാങ്കേതിക പഠനം പോളിടെക്നിക്കുകളിലൂടെ കോഴ്സിനെ കുറിച്ച്, ബ്രാഞ്ചിനെ കുറിച്ച്, ദെൻ ശേഷമുള്ള പഠനത്തെ കുറിച്ച്, തൊഴിൽ സാധ്യതകളെ കുറിച്ച് കംപ്ലീറ്റ് വിശദീകരിച്ചു. ഇനി കുട്ടികൾക്ക് അതുപോലെ രക്ഷിതാക്കൾക്കുള്ള അവസരമാണ്. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഇനി ടെക്സ്റ്റ് ചെയ്തും ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നതാണ് നല്ലത്. എന്നാൽ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനുശേഷം പൊതുവായിട്ട് എന്തെങ്കിലും കരിയർ സംബന്ധമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുമാവാം. അതിന് സിജിയിലെ റിസോഴ്സ് പേഴ്സൺസ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ഫസ്റ്റ് പ്രിഫറൻസ് ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിനാണ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സെഷൻ വളരെ നന്നായിരുന്നു. എൻ്റെ പേര് ലുക്മാൻ. എൻ്റെ ചോദ്യം, ഈ +2 കഴിഞ്ഞ് ലാറ്ററൽ എൻട്രിയിൽ വരുമ്പോൾ
ഫസ്റ്റ് ഇയർ ഡിപ്ലോമ നഷ്ടപ്പെടുന്നുണ്ട്. അതിന് കോമ്പൻസേറ്റ് ചെയ്തിട്ടാണോ 4 പേപ്പർ ടെക്നിക്കൽ പേപ്പർ പാസ്സാകണം എന്ന് പറഞ്ഞല്ലോ? അതോ അതെ ഡിപ്ലോമയിലെ ഫസ്റ്റ് ഇയർ കണ്ടന്റ് കുട്ടി പിന്നെ പഠിക്കുന്നുണ്ടോ, അത് സ്കിപ്പ് ചെയ്യാണോ? പിന്നെ അതുമായി വരുമ്പോൾ പ്രത്യേക ഫീസ് എന്തെങ്കിലും ലാറ്ററൽ എൻട്രിയിൽ കൂടുതൽ കൊടുക്കേണ്ടതുണ്ടോ എന്നും കൂടി ഒന്ന് പറയണം. തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുട്ടികൾ ഫസ്റ്റ് ഇയർ അവർക്ക് ഒഴിവാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കണ്ടന്റ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ 4 പേപ്പറുകൾ പഠിച്ച് പാസ്സാവുന്നത്. അപ്പോൾ ഒരിക്കലും ഒഴിവാക്കി കൊടുക്കുന്ന +2 മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച കുട്ടിക്ക് വീണ്ടും ഇവിടുത്തെ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അതേസമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇയറിൽ 1-2 എഞ്ചിനീയറിംഗ് പേപ്പറുകൾ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പോലുള്ള അവരുടെ ബേസിക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലുള്ള സബ്ജക്റ്റുകൾ അടിസ്ഥാനപരമായി കുട്ടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ സബ്ജക്റ്റ് അവൻ പഠിച്ച് പാസ്സാവേണ്ടതുണ്ട്. അതിനുള്ള കോച്ചിങ് ക്ലാസ്സും പോളിടെക്നിക്കുകളിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള നിങ്ങൾ ചോദിച്ച പോലെ അതിനുള്ള ചെറിയൊരു ഫീസും അഡ്മിഷൻ ടൈമിൽ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഫീസ് ഉപയോഗിച്ച് പ്രത്യേകം സമയങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തത്. അപ്പോൾ സെക്കൻഡ് ഇയർ ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളോട് നമ്മൾ പ്രത്യേകിച്ച് പറയാറുണ്ട്, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഹാർഡ് വർക്ക് ആ സമയത്ത് വേണ്ടി വരും. കാരണം 1 വർഷം അവർക്ക് സേവ് ചെയ്ത് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഫസ്റ്റ് ഇയറിൽ ഈ 4 സബ്ജക്റ്റ് രണ്ടും ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ച് 2 സെമസ്റ്റർ കൊണ്ട് പഠിച്ച് 1 വർഷം കൊണ്ട് പഠിച്ച് തീർത്താൽ മതി. അതിനുള്ള കോച്ചിങ് കോളേജുകൾ പ്രൊവൈഡ് ചെയ്യും. അതിനുള്ള ഫീസും അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും തോന്നുന്നു. താങ്ക് യു സാർ. അതിനോടനുബന്ധിച്ച് ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോളിടെക്നിക്കിലെ അഡ്മിഷൻ. ഇപ്പൊ പറയും +2 അനിവാര്യമാണ്, +2 കഴിഞ്ഞിട്ടാണ് പോളിടെക്നിക്കിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് ടെക്നിക്കൽ കാപ്പബിലിറ്റി ഉള്ള ഒരു കുട്ടി പോളി ഡിപ്ലോമ കഴിയുന്നു, ഡിപ്ലോമയിലൂടെ ബിടെക് ലാറ്ററൽ എൻട്രിയിലേക്ക് വരുന്നു. അപ്പൊ ബിടെക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി ആയി, +2 ഇല്ലാത്ത ഒരു ഡിഗ്രി ആയി. അപ്പൊ ഏത് പാത്വേ ആണ് സാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? +2 കഴിഞ്ഞിട്ടാണോ SLC കഴിഞ്ഞിട്ടാണോ? അപ്പൊ ബിടെക് എടുത്ത കുട്ടി +2 ഇല്ലാതെ ബിടെക് എടുക്കുന്നുണ്ട്. ഇപ്പൊ ഡിഗ്രി ബേസ് ചെയ്തിട്ട് പല മേഖലകളിലേക്കും എംടെക്കിനും മറ്റുള്ള മേഖലയിലേക്കും ഒക്കെ പോകാൻ പറ്റും. എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഈ പാത്തുകളൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഒരു കുട്ടി എൻട്രൻസ് എഴുതി ബിടെക് എടുക്കുമ്പം 2+4 6 വർഷം പിടിക്കും. അതേസമയത്ത് SLC കഴിഞ്ഞ ഒരു കുട്ടി പോളിടെക്നിക്കിൽ വന്ന 3 വർഷം കൊണ്ട് ഡിപ്ലോമ ആയി, അടുത്ത 3 വർഷം കൊണ്ട് ബിടെക് ആയി. 6 വർഷം കൊണ്ട് ഡിപ്ലോമയും ബിടെക്കും കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡിപ്ലോമ വെച്ചുള്ള പോസ്റ്റുകളിലൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. PSC പോലുള്ള, ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്, PSC പോലുള്ള ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ളതാണ്. അങ്ങനെ പല കുട്ടികളെ എനിക്ക് അറിയാവുന്നതാണ്. കാരണം പഠനം കഴിയുന്നവരെ PSC ജോയിൻ ചെയ്യാൻ വേണ്ടി എക്സ്റ്റൻഷൻ ചോദിക്കുന്ന കേസുകൾ വരെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊരു ഓപ്ഷനാണ്. പിന്നെ എല്ലാവരും പറയും, സാധാരണ എല്ലാം പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയും, +2 കഴിഞ്ഞോട്ടെ. +2 പഠിക്കുമ്പോൾ ഞാനും നേരത്തെ സൂചിപ്പിച്ചല്ലോ, +2 കഴിഞ്ഞ് വരുന്നവർക്ക് വെയിറ്റേജ് മാർക്കൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ കൂടി +2 കഴിഞ്ഞ് വരുമ്പോൾ അതിന്റെ ഒരു കുട്ടികൾക്ക് ഒരു പിന്നെ കുറച്ചുകൂടി ഒരു അവയർനെസ്, മൊത്തത്തിൽ വെറും SLC 10ാം ക്ലാസ് സ്കൂൾ പഠനം കഴിഞ്ഞിട്ട് ഒരല്പം കൂടി ഒരു അവയർനെസ്സും മറ്റുള്ള കാര്യങ്ങളും സബ്ജക്റ്റിലെ ഇംഗ്ലീഷ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ അങ്ങനെ പറയുന്നത്. അത് നിർബന്ധമുള്ള കാര്യമേ അല്ല. ഇങ്ങനെ പോകുന്ന പലരും ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പാത്വേ സെലക്ട് ചെയ്യുന്ന പലരും ഉണ്ട്. താങ്ക് യു സാർ. സർ നമസ്കാരം. ഹലോ. നമസ്കാരം. ഓക്കെ, നല്ല ക്ലാസ് ആണ്. വളരെയധികം സന്തോഷം പ്രസന്റ് ചെയ്തതിൽ. ഒരു കുട്ടി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് കേഡാറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്ത് മെക്കാനിക്കലിൽ നല്ല ആപ്റ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ട്. പിന്നെ അവന് എഞ്ചിനീയറിങ്ങിന് പോകണമെന്നും ഫാമിലിക്ക് പോളിക്ക് പോകണമെന്നുമാണ് താല്പര്യം. അതിൽ മാത്സിൽ അവന് കുറച്ച് +2 മാർക്ക് കുറവാണ്. ഈ കുട്ടിയുടെ ഫാദർ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവൻ അതിൽ കുറച്ച് അറിവുണ്ട്. കുട്ടിക്ക് മെക്കാനിക്കലിന് പോകണമെന്നാണ് താല്പര്യം. അപ്പോൾ ഇതിലെ കൺഫ്യൂഷൻ, മെക്കാനിക്കൽ ഫീൽഡിനായിരിക്കുമോ അതോ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ആയിരിക്കുമോ കുട്ടിക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും ഏത് മേഖലയിലാണ് കൂടുതൽ വേഗത്തിൽ ഉയരാനും തൊഴിൽ കണ്ടെത്താനുള്ള സാധ്യത? സാറിൻ്റെ എക്സ്പീരിയൻസ് എന്താ? മെക്കാനിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലൊക്കെ ഇൻഡസ്ട്രീസ് കുറവായതുകൊണ്ട് മെക്കാനിക്കൽ ഫീൽഡ് ഒരുപാട് ജോലി സാധ്യതകൾ ഇവിടെ ഇല്ല. എന്നാൽ കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഉണ്ട് താനും.
പിന്നെ വേൾഡ് വൈഡിലൊക്കെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് പഠിക്കുന്നു, ട്രേഡുകൾ പഠിക്കുന്നു. ITയിലെ ട്രേഡുകൾ നമ്മൾ പറയുന്ന ഏകദേശം 10-15 ട്രേഡുകൾ പഠിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിപ്ലോമക്കാരന്. മെക്കാനിക്കലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ട്രേഡുകൾ പഠിക്കുന്ന ഒരാള്. അപ്പൊ ആ രീതിയിൽ ഒരുപാട് പിന്നെ മെഷീനിസ്റ്റ്, ടർണർ, പ്ലംബർ, വെൽഡർ, ഫിറ്റർ എന്ന് തുടങ്ങിയിട്ടുള്ള ഞാൻ മുഴുവൻ പേരും പറയുന്നില്ല. അപ്പൊ അത്രയും ട്രേഡുകൾ പഠിക്കുന്ന ഒരു ആളാണ് മെക്കാനിക്കൽ എഞ്ചിനീയർ. അപ്പൊ കുട്ടിക്ക് ഓട്ടോമൊബൈലിലേക്ക് പോകാൻ പറ്റും, R&Dയിലേക്ക്, റെഫ്രിജറേഷനിലേക്ക് പോകാൻ പറ്റും. അതുപോലെ അവന് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ ട്രേഡിൽ ഫാദർ വർക്ക് ചെയ്യുന്നു പറഞ്ഞാൽ അവനെ മെക്കാട്രോണിക്സിലേക്ക് കൊണ്ടുപോകാമല്ലോ. മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഫീൽഡുകളാണ് മെക്കാട്രോണിക്സിന്റെ കാര്യങ്ങൾ. മെക്കാട്രോണിക്സ് എന്ന് പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ATMിൽ പോയാൽ അത് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോണിക്കൽ ആണെങ്കിലും അതിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് ഉപയോഗിച്ചാണെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പണിംഗ് ബൈ മെക്കാനിക്കലി. ഒരു ഫിസിക്കൽ മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ ക്യാഷ് എടുക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ അത് മെക്കാട്രോണിക് സർക്യൂട്ടാണ്. അതുപോലെ എല്ലാ ഉപകരണങ്ങളിലും അതുണ്ട്. അങ്ങനെ മെക്കാട്രോണിക്സിലേക്ക് പോവാം. പിന്നെ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഒരു നല്ലൊരു ട്രേഡാണ്, നല്ലൊരു ബ്രാഞ്ചാണ്. നമ്മൾ ലോക്കലി മുതൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ള ബ്രാഞ്ചാണ്. അപ്പൊ അത് ആലോചിച്ച് ഈ കുട്ടിക്ക് അതൊക്കെ സ്യൂട്ടാവും. ഈ കുട്ടിക്ക് ഇത് രണ്ടും സ്യൂട്ടാവും എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. അതിൽ ഫൈനൽ തീരുമാനം വരല്ലേ പാരന്റ്സ്, ഫാമിലി ആണല്ലോ എടുക്കേണ്ടത്. ആ രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കോട്ടെ. സർ, ഒന്നും കൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടി, കുട്ടി മെക്കട്രോണിക്സിന് വേണ്ടിയാണ് തമിഴ്നാട്ടിലുള്ള ഒരു പ്രമുഖ സ്ഥാപനത്തിൽ 8 ലക്ഷം രൂപ കൊടുത്ത് ചേരാന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരുന്നത്. പിന്നെ അപ്പം അതാണ് ഇപ്പോൾ കൺഫ്യൂഷൻ വരാൻ കാരണം. അപ്പൊ മെക്കട്രോണിക്സിലെ സാധ്യതയും കുട്ടിക്ക് അറിയണം. അവരിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവർക്ക് ചോദിക്കാൻ ഒരു മടി കാരണം ഞാൻ ചോദിക്കുന്നത്. മെക്കട്രോണിക്സിലെ ഒരു കൃത്യമായ ഒരു ഡൊമൈനിൽ എക്സ്പെർട്ട് അല്ലാത്തത് കൊണ്ട് ആ മേഖല അത്ര സ്യൂട്ടബിൾ അല്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ മെക്കട്രോണിക്സിനെ കുറിച്ചും അല്ല ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഓർ മെക്കാനിക്കൽ, ഇത് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ ക്ലാരിറ്റി വന്നിട്ട്. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ബേസിക് ആണ്. മെക്കാട്രോണിക്സ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. മെക്കാട്രോണിക്സിന് ഒരുപാട് സാധ്യതകളുണ്ട്. കുട്ടിക്ക് അത് താല്പര്യവും അഭിരുചിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെക്കാട്രോണിക്സിലേക്കാണ് പോകാൻ പറ്റുന്നത്. ഇപ്പം നമുക്കിപ്പം ഒരുപക്ഷെ ലോക്കലി നമ്മളെ കേരളത്തിലോ നാട്ടിലോ ഒക്കെ തന്നെ പെട്ടെന്ന് ഒരു മെക്കാട്രോണിക്സ് എഞ്ചിനീയർ ആയിക്കൊണ്ട് പെട്ടെന്ന് ഒരു ജോലി കിട്ടാനൊന്നും പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. പക്ഷെ കമ്പനികളിലൊക്കെ തന്നെ റിക്രൂട്ട്മെന്റ് വൈസിൽ പ്രൊഡക്ഷൻ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സാധ്യതകളുണ്ട്. പിന്നെ അവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാട്രോണിക്സ് എഞ്ചിനീയർ ഒരു കമ്പനിയിൽ 1-2 മതിയാവും. പക്ഷെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൾക്കാർ കൂടുതൽ കൂടുതൽ സാധ്യതകൾ, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരുപാട് വേക്കൻസികൾ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. മെക്കാട്രോണിക്സിന് മുകളിലോട്ട് സാധ്യതകൾ, ഭാവി സാധ്യതകൾ, ഫ്യൂച്ചറിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ആ കുട്ടി അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ തന്നെ പോകുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു സോ മച്ച്. സംശയം ചോദിക്കാവോ? ഹലോ സർ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഞാൻ +2 ടീച്ചറാണ്. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് എന്തായാലും അഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ പോളിടെക്നിക്കിൽ വരുന്ന സമയത്ത്. പലപ്പോഴും ഈ ഹ്യൂമാനിറ്റീസിലൊക്കെ കഴിഞ്ഞ കുട്ടികൾ ഒരുപക്ഷെ 10ാം ക്ലാസ്സിലും ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ കൊമേഴ്സ് സ്റ്റുഡൻസ് കുറച്ച് മാർക്ക് കുറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവും 10th. ഇപ്പൊ 10ാം ക്ലാസ് യോഗ്യത വെച്ച് വളരെ കോൺഫിഡൻസോട് കൂടെയാണ് ഇവർ പോളിടെക്നിക്കിലേക്ക് പോകുന്നത്. കാരണം എനിക്ക് +2 ഉണ്ട്, പോളിയുടെ യോഗ്യത 10ാം ക്ലാസ് ആണ് എന്നുള്ളതിൽ. അപ്പൊ ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത +2 കഴിഞ്ഞ കുട്ടികൾ വരുന്ന സമയത്ത് അവർക്ക് വലിയ രീതിയിൽ പ്രയാസമുള്ളതായിട്ട് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. എഞ്ചിനീയറിങ്ങിനോട് അത്യാവശ്യമൊക്കെ നല്ല ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ. അതെ, എഞ്ചിനീയറിങ്ങിനോട് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഒരു 10ാം ക്ലാസ് വരെ മാത്സ് സയൻസ് പഠിച്ചിട്ടുണ്ടാവും. 2 വർഷത്തെ ഒരു ഗ്യാപ്പ് അവിടെ സയൻസ് പഠിക്കാത്തതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളൊരു ആശങ്ക മാത്രമേ ഉള്ളത് കുട്ടികളും പാരന്റ്സും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും പിന്നെ ഈ കൊമേഴ്സും ഒക്കെ പഠിച്ച കുട്ടികൾ ഒത്തിരി പേര് പോളിടെക്നിക് ക്ലാസ്സുകളിൽ നമ്മൾ കാണാറുണ്ട്. അവർക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നും കണ്ടിട്ടില്ല. അതവർ മേക്കപ്പ് ചെയ്യാവുന്ന കാര്യം.
ഹലോ, കേൾക്കാമോ? ചെറിയൊരു ബ്രേക്ക് വന്നു. അതൊരു കോൾ വന്നത്, ഞാൻ ഫോണിലാണ്, ലാപ്ടോപ്പിലേക്ക് കുറച്ച് റെഫറൻസിന് വേണ്ടി വെച്ചാണ്. അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. ആർട്സ് കൊമേഴ്സ് സബ്ജക്റ്റുകൾ പഠിച്ച കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിടെക്നിക്കുകളിൽ അവര് പിന്നെ പഠിച്ചു പോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയത്, പോളിടെക്നിക്കുകളിൽ ചില നോൺ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ കൂടി ഇട്ടുന്നതാണ്. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നോൺ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ചേരാം. അത് DCP, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഉണ്ട്. കോഴിക്കോട് വനിതാ പോളിടെക്നിക്കിൽ ഉണ്ട് ആ കോഴ്സ്. പെൺകുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ CABM എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. കേരളത്തിലെ 8ഓളം പോളിടെക്നിക്കുകളിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഉണ്ട്. CABM 3-4 പോളിടെക്നിക്കുകളുണ്ട്. ഇത് നോൺ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ് എങ്കിലും ഈ കുട്ടികൾക്ക് പഠിക്കാം. പിന്നെ ഈ കൊമേഴ്സ് ഒക്കെ പഠിച്ച ഈ DCP കോഴ്സുകളില് കോഴിക്കോടുണ്ട്, കോട്ടക്കൽ പോളിടെക്നിക്കലുണ്ട്, കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അത് നല്ലൊരു കോഴ്സാണ്. കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ ഒരുപാട് സെൻട്രൽ ഗവൺമെന്റ് ജോലികളും സെക്രട്ടറിയോട്ട് പോകുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോലുള്ള ഒരുപാട് ജോലികൾക്ക് പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്. നേരത്തെ ചോദിച്ച ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒന്നും കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പോളിടെക്നിക്കലിൽ, കാരണം പ്രത്യേകിച്ച് അവർ താല്പര്യത്തോടുകൂടി വരുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. ഓക്കെ സാറേ, വർക്കിംഗ് പ്രൊഫഷണൽ സിവില് പോളി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് PSC എക്സാം, ഇപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ, ഓവർസിയർ പോലുള്ള പരീക്ഷകൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തി പരീക്ഷ എഴുതി കയറാൻ പറ്റുമോ? ഇതല്ല പാർട്ട് ടൈം എന്നുള്ള രൂപത്തിൽ വരുമോ എന്നൊരു സംശയം. തീർച്ചയായിട്ടും ഒരു സംശയം തന്നെയാണത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4 രീതിയിൽ പോളിടെക്നിക്കൽ അഡ്മിഷൻ എടുത്താലും 4 രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ തരുന്ന സർട്ടിഫിക്കറ്റിന് യാതൊരു വ്യത്യാസവും ഇല്ല. ലാറ്ററൽ എൻട്രി വഴിയാണെങ്കിൽ കുട്ടി വരുന്നതെങ്കിലും തരുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അതിലൊരു വർഷം അവിടെ കുറവുള്ളതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ പഠിപ്പിച്ചുകൊണ്ട് പാസ്സാക്കിക്കൊണ്ടാണ് കുട്ടീനെ അതിലേക്ക് വിടുന്നത്. വർക്കിംഗ് പ്രൊഫഷണലും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. PSCക്കും ഹയർ പ്രൊമോഷനും ഒക്കെ തന്നെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഉപയോഗിക്കാൻ പറ്റും. നോൺ എഞ്ചിനീയറിംഗിന്റെ കോൺടാക്ട് ഭാഗമായിട്ട് നമ്പർ ഒന്ന് ഹോട്ടൽ കിട്ടിയാൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ കൊടുക്കുന്ന പോളിടെക്നിക് ഇല്ലേ? ഹോട്ടൽ അവിടെ മാനേജ്മെന്റ്, അത് നേരത്തെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോളിടെക്നിക്കൽ, അതാണോ ഈ പോളി അതായിരിക്കും അഡ്മിഷൻ ഉദ്ദേശിച്ചത്. സൈറ്റിൽ കാണുന്നത്? പോളി അഡ്മിഷൻ സൈറ്റിൽ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ കാണുന്നുണ്ട് അല്ലേ? അതെ. അപ്പൊ അത് ഈ പുതിയ കോഴ്സുകൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ടുള്ളതാണോ അത് പറയുന്നത്? അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കോഴ്സുകളും കാണുന്നുണ്ടല്ലോ. അല്ല, അത് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പിന്നെ നടത്തുന്ന വേറെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ്, 2 ഇയർ കോഴ്സുകളാണ്. അത് നമ്മൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പരീക്ഷ നടത്തി സർട്ടിഫൈ ചെയ്യുന്ന കോഴ്സുകളിൽപ്പെട്ടാണ് ഒന്ന് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട 2 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവൺമെന്റ് പോളിടെക്നിക്കുകളോടും ടെക്നിക്കൽ ഹൈസ്കൂളിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും മലപ്പറമ്പ് പോളിടെക്നിക്കോ അനുബന്ധിച്ച് അവിടെ ഒരു ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. 2 ഇയർ കോഴ്സുകളാണ്, സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് നടത്തുന്നത്. ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ ഒരുപാട് തൊഴിൽ സാധ്യതകൾ, അതുപോലെ തന്നെ ഇപ്പം നമ്മളെ ഹൈസ്കൂളുകളിലൊക്കെ ഉള്ള ക്രാഫ്റ്റ് ടീച്ചേഴ്സ്, ഫാഷൻ ഡിസൈനിങ് ടീച്ചേഴ്സ് തുടങ്ങിയുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരുപാട് ഇൻഡസ്ട്രിയൽ സാധ്യതകളൊക്കെ ഉള്ള കോഴ്സുകളാണ് ഈ ഫാഷൻ ഡിസൈനിങ്, അതുപോലെ തന്നെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കോഴ്സുകളും പരീക്ഷകളുമാണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സമയം 10 മണിയാണ്, 10:02 ആയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്ത പൊതു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും ആവാം. 10th കഴിഞ്ഞ കുട്ടികൾ +2മായി ബന്ധപ്പെട്ടോ, +2 കഴിഞ്ഞ കുട്ടികൾക്ക് മറ്റേതെങ്കിലും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം. സാറിന്റെ നമ്പർ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരുന്നു. സാർ നമ്പർ ഒന്ന് പറയില്ല സാർ?
സാർ അത് നമുക്ക് കളക്ട് ചെയ്ത് ഷെയർ ചെയ്യാം. സാർ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. സാർ മ്യൂട്ടാണ്. സോറി, 944 ഓക്കെ 77 60 973. ഓക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഒന്നുകൂടി പറയാം. 944 77 60 973. അബ്ദുൽ സലാം. താങ്ക് യു സർ. ആർക്കെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്തിടാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നുണ്ട്. അബ്രാർ സാർ നിങ്ങളൊരു നന്ദി പറയൂലേ? ബാബു സാർ. എന്നോടാണോ? സാർ ഓക്കെ. ഓക്കെ. ഇന്നത്തെ പോളിടെക്നിക് മേഖലയെക്കുറിച്ചും സാങ്കേതിക മേഖലയെക്കുറിച്ചും വളരെ ഗഹനമായി ധാരാളം സംശയങ്ങൾ, കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഈ ക്ലാസ് തന്നത് വളരെയധികം ഉപകരിച്ചു. ശ്രീ അബ്ദുൽ സലാം സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച് സർ. ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും, സിജിക്കും ഇത്തരത്തിലൊരു ക്ലാസ് സംഘടിപ്പിച്ച സിജിക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ഞായറാഴ്ച കാണാം. താങ്ക് യു.